മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കി കുറച്ച് ഇഞ്ചി, ഒരു അര ടീസ്പൂണോളം ഇഞ്ചി, 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇതിട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഒരു അര കപ്പ് സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവെത്തുമ്പോൾ തക്കാളി, 1 കപ്പ് തക്കാളി മുറിച്ചത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. തക്കാളി നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ ഇളക്കണം. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുട്ട മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിലും ചേർക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് ഇളക്കി ആ മുളക് പൊടിയുടെ ആ പച്ച മണമെല്ലാം മാറുന്നത് പോലെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മുടെ അരപ്പിനുള്ള സാധനങ്ങളാണ് ഈ വഴറ്റിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നന്നായി സ്മൂത്തായി തന്നെ അരഞ്ഞോട്ടെ. അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് അരയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1-1.5 കപ്പോളം സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് നന്നായി മൂത്തോട്ടെ, ഒരു ഗോൾഡൻ കളർ ആകുന്നവരേക്കും വഴറ്റാവുന്നതാണ്. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്കൊരു 5 പച്ചമുളക് കീറിയത്, കറിവേപ്പില, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം തിളപ്പിക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അടിക്ക് പിടിക്കാതെ നോക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. നന്നായി ഒന്ന് കുറുകി ആ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി മുട്ട പുഴുങ്ങി വച്ചിരിക്കുന്നത് മുറിച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ഇത് മുട്ടക്കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.